വെൽക്കം ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി. ഇന്ന് നമുക്ക് ശുദ്ധമായ രീതിയിൽ നല്ല ചെമ്പ പുട്ടുപൊടിയും അതോടുകൂടെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, അധികമൊന്നും വേണ്ട. നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് തയ്യാറാക്കാം. അപ്പോൾ നേരെ റെസിപ്പിയിലേക്ക് പോയാലോ. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് മട്ട അരിയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വെള്ളരി, നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന വെള്ളരി യൂസ് ചെയ്യാം. മട്ടരി ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെമ്പ പുട്ടുപൊടിയുടെ ആ ഒരു ഫ്ലേവർ തന്നെ കിട്ടും. അല്ല, ചെമ്പ അരി ഉണ്ടെങ്കിൽ പിന്നെ അതേ നമുക്ക് ആ കളറും എല്ലാം കിട്ടും ചെയ്യും. ഞാനിവിടെ 2 ഗ്ലാസ് ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അരി നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം കുതിർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു 4 മണിക്കൂറെങ്കിലും ഇത് കുതിർത്താൻ വെക്കണം. ഇനി അതല്ല, രാത്രി കുതിർത്ത് വെച്ചിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് അങ്ങനെ യൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ അരി കഴുകി കുതിർത്ത് വെച്ചിട്ട് അരിപ്പയിലിട്ടിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് ഊറാൻ വെക്കുക. ആ വെള്ളമൊക്കെ ഊറി ഓരോ അരിമണിയും സെപ്പറേറ്റ് ആയിട്ട് കാണണം. അരിയിൽ വെള്ളം ഉണ്ടെങ്കിൽ തന്നെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ തുണി വെച്ചിട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുത്താൽ തീരെ വെള്ളം ഉണ്ടാവില്ല. അതിനുശേഷം നമ്മളൊരു ഗ്രൈൻഡറിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടിയോ അല്ലെങ്കിൽ 1 ടീസ്പൂൺ റവയോ ഏതായാലും കുഴപ്പമില്ല, അത് ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഊറി വെച്ചിട്ടുള്ള അരി കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. നമ്മൾ എന്തിനാണ് ഈ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ നമ്മളിങ്ങനെ അരച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ അരി ഇങ്ങനെ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുത്തത്. അപ്പോൾ നന്നായി അരഞ്ഞ് കിട്ടുകയും ചെയ്യും, കട്ട പിടിക്കില്ല. എല്ലാവരും അങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ബാച്ചും ഇതുപോലെ തന്നെ 1 ടീസ്പൂണ് റവയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ സംഭവം പുട്ടുപൊടി റെഡി. അപ്പോൾ പുട്ടുപൊടിയിലേക്ക് ഇനി എന്ത് ചേർക്കണം? നമ്മൾ വെള്ളം ചേർത്തിട്ട് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ തന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. അല്ലാണ്ട് ഉപ്പ് വേറെ വെള്ളം വേറെ ചേർക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഉപ്പ് പിടിക്കില്ല. എല്ലാ സൈഡിലേക്കും ഉപ്പ് പിടിക്കില്ല, ചില സൈഡിൽ ഉപ്പ് കൂടുതലാവും. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ തന്നെ ഉപ്പ് കലക്കിയിട്ട് നമ്മൾ കുറച്ചായിട്ട് ഈ ഒരു ഉപ്പ് വെള്ളം തെളിച്ച് കൊടുത്തിട്ട് നമ്മൾ പുട്ടുപൊടിയിൽ മിക്സാക്കി എടുക്കുക. അങ്ങനെ നമ്മൾ ജസ്റ്റ് മിക്സാക്കി എടുത്തിട്ട് നമുക്കിത് വേണമെങ്കിൽ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അതായത് നമ്മളിപ്പോൾ ഒരു രാവിലെയാണ് പുട്ട് ചുടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വൈകിട്ട് നമുക്ക് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ രാവിലെ നല്ല ഫ്രഷോട് കൂടെ നമുക്ക് പുട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ചുട്ടെടുത്താൽ പുട്ടുപൊടി ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല നമ്മുടെ പുട്ടുകുറ്റി എടുത്തിട്ട് ആദ്യം നമ്മൾ നോർമൽ പുട്ട് ചുടാറുണ്ടല്ലോ, ആദ്യം നാളികേരം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു 2 ടേബിൾ സ്പൂണോളം ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പുട്ടുപൊടി ചേർത്ത് കൊടുക്കുക. വീണ്ടും നാളികേരം ഇടുക. വീണ്ടും ഇതുപോലെ തന്നെ ഈ ഒരു പുട്ടുപൊടി ചേർത്ത് കൊടുത്ത് നല്ല ചൂടുള്ള പാനി നമ്മൾ പുട്ടും പാനി വെക്കുമല്ലോ, അതിൽ വെള്ളം വെച്ചിട്ട് ആവി വരുമ്പോൾ നമ്മൾ ഈ ഒരു പുട്ടും കുറ്റി വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ആവി വരും. അപ്പോൾ പെട്ടെന്ന് ആവി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് കുത്തി കൊടുത്താണ്ടല്ലോ, പെട്ടെന്ന് തന്നെ നമുക്ക് പുട്ട് ആവി വരും ചെയ്യും. ഇതേ ആവി വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് പുട്ട് കുത്തിയെടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചെമ്പ പുട്ട് റെഡി. നല്ല ആവി പറക്കുന്ന പുട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ രണ്ടാമത്തെ ബാച്ചും മൂന്നാമത്തെ ബാച്ചൊക്കെ നമുക്കിങ്ങനെ ഒരു 4 കുറ്റി 5 കുറ്റി വരെ നമുക്ക് പുട്ട് ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു 2 ഗ്ലാസ് അരിയുള്ളൂ നമ്മൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 4 കുറ്റി എന്തായാലും നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ആരും ഇനി കടയിൽ നിന്ന് പുട്ടുപൊടി വാങ്ങണ്ട. നമുക്ക് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ സ്വന്തമായിട്ട് നമുക്ക് പുട്ടുപൊടി ഉണ്ടാക്കാം, ഇതുപോലുള്ള സോഫ്റ്റ് പുട്ടും ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ബീഫ് ഉലർത്ത് ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം പുട്ടും അതിലേക്ക് കുറച്ച് ഈ ഒരു ബീഫ് ഉലർത്തും ചേർന്നാൽ പിന്നെ നമുക്ക് മലയാളികൾക്ക് വേറെ ഒന്നും വേണ്ട. ഒരു ഗ്ലാസ് കട്ടൻ ചായ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ടല്ലോ. അപ്പോൾ എല്ലാവരും പുട്ട് ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ ചാനലിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നതാണ്. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരേക്കും ട്രൈ ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി.